ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ മാഡത്തിന് ഇത്ര ദേഷ്യം? എനിക്കറിയില്ല മാഡം. നോക്ക്, മാഡത്തിന് നിന്നെ സംശയമുണ്ട്. അതറിയാൻ മാഡം തീരുമാനിച്ചാല് പിന്നെ നിന്റെ ഒളിച്ചുകളിയൊന്നും നടക്കില്ല. മാഡം ചോദിച്ച പോലെ നീ ഇവിടെ വന്നതിന് വല്ല ഉദ്ദേശമുണ്ടോ? അയ്യോ, എന്താ ഈ പറയുന്ന മാഡം? എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഉപദ്രവിക്കല്ലേ മാഡം. മാഡത്തിനോട് വിശ്വാസവഞ്ചന കാണിച്ചാലേ കുടുംബം പോലും ബാക്കിയുണ്ടാവില്ല. അതോർത്താ നിനക്ക് നല്ലത്. അടങ്ങി ഒതുങ്ങി മാഡത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇവിടെ കഴിയണം. ഗാഥ മാഡം, ഉണരാൻ സമയമായി. രാവിലെ കുങ്കുമപ്പൂവിട്ട പാലാ കുടിക്കാറ്. കൊണ്ടുപോയി മുറിയിൽ കൊടുക്കണം. ചെല്ല്. നിക്ക്. പറഞ്ഞതൊക്കെ സത്യാണല്ലോ അല്ലേ? പിന്നീട് തിരുത്തി പറയേണ്ടി വരരുത്. ഇല്ല മാഡം, എല്ലാം സത്യ. എന്റെ ദേവി, എന്താ ഇതൊക്കെ? എന്താ ഇവര് ചോദിക്കുന്നേ? ഗുഡ് മോർണിംഗ് മാഡം. പാല് അവിടെ വെച്ചേക്ക്. ആരവിടെ? സോറി, സെർവന്റ് പാലും കൊണ്ട് വന്നതാ. തിരിച്ചു എന്നിട്ട് തന്റെ മമ്മി എന്ത് പറഞ്ഞു? സ്വയംവരത്തിന് നീ കൂടുതൽ പരീക്ഷണം വല്ലതുണ്ടോ? ഏയ്, അതൊന്നുമില്ല. പക്ഷേ മമ്മി ഇങ്ങനൊരു പരീക്ഷണം നടത്തിയത് നന്നായി കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് അടുത്തറിയാൻ പറ്റിയല്ലോ. ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് തന്റെ പ്രസൻസ്. താങ്ക് യു. പിന്നെ സെർവന്റ് കൊണ്ടുവന്ന പാലേ ഒരുപാട് കുടിക്കണ്ട. തനിക്ക് കുറച്ച് ഡയറ്റൊക്കെ ആവശ്യമാണ്. അതിനെന്താ, കല്യാണം കഴിയുമ്പോ ഞാൻ എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കല്ലേ. പിന്നെ ഡയറ്റൊക്കെ നവീൻ തീരുമാനിച്ചോ? അതില്ല, ഇഷ്ടങ്ങൾ തന്റേതല്ലേ. കൺട്രോൾ മെഷർ ഞാൻ പറയാം. വേറൊന്നുമല്ല, നമുക്കിങ്ങനെ കുറെ കാലം ജീവിക്കണ്ടേ ആരോഗ്യത്തോടെ. ഇപ്പൊ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓടിച്ചാടി നടന്നിട്ട് വേണ്ടേ? പിന്നെ വേണം വേണം. എന്നാ പിന്നെ തന്റെ മമ്മിയോടെ പെട്ടെന്നൊരു മുഹൂർത്തം നോക്കാൻ പറയും. എനിക്കാണെങ്കിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താ പിന്നെ വെച്ച് താമസിപ്പിക്കുന്നത് ഇഷ്ടമല്ല. പ്രോജക്റ്റോ? അയ്യോ, ഐ എം സോറി. ഞാനെപ്പോഴും ബിസിനസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി. മിക്കവാറും ഇയാളെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെടും. അതിനെന്താ, കല്യാണം കഴിഞ്ഞാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുമല്ലേ. താൻ മെരുക്കിയെടുത്തോ. തിരിച്ചടിച്ചല്ലേ? മമ്മിയോട് പറഞ്ഞിട്ടേ ഈ പ്രൊജക്ട് വൈകിക്കാതെ ഞാൻ നോക്കാം കേട്ടോ MD സാറേ. ഓക്കെ, ബൈ. നവീൻ, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ നിർബന്ധമായിട്ടും അങ്ങ് കൊണ്ടുപോവാം. അത് ഞാൻ ഏറ്റു. എന്നാ ശരി, എത്രയും പെട്ടെന്ന് മുത്തശ്ശിയെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. അപ്പോ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണ്ടേ? ആഹാ, അത് കൊള്ളാലോ. അമ്മയുടെ ചികിത്സാക്കാര്യമൊക്കെ പറഞ്ഞാണോ കല്യാണമൊക്കെ നടത്തുന്നേ? ആദ്യം അമ്മ ഹോസ്പിറ്റലിൽ കാണിക്കും, എന്നിട്ട് മതി മുഹൂർത്തം എടുക്കലും കല്യാണം നടത്തലും ഒക്കെ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അമ്മയുടെ ആരോഗ്യമാണ് ഈ തറവാട്ടിന് മുഖ്യം. എന്റെ കാര്യത്തിൽ ആരും തർക്കിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. എന്നെ ആരും എവിടെയും കൊണ്ടുപോവുകയും വേണ്ട. അമ്മേ, എന്തായാലും ഗാഥമോളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടായി. നിശ്ചയം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഒരു മുഹൂർത്തം എടുത്തില്ല എന്ന് പറഞ്ഞാല് അത് ശരിയാണോ? എന്താ നന്ദ വേണ്ടത്? ഇനി നന്ദേട്ടനായിട്ട് തടസ്സം പറയണ്ട. നാളെയെങ്കിലും നാളെ മുഹൂർത്തം എടുത്തേ പറ്റൂ. യു ആർ കറക്റ്റ് അമ്മേ. അപ്പൊ മുത്തശ്ശി, മുഹൂർത്തം എടുക്കാനുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. ഓക്കെ, എന്നാ ശരി.
കൊഴപ്പാ. മക്കളെ ആരോടൊന്നും പറയല്ലേ. ചേച്ചി പോലീസിനെ വിളിക്കട്ടെ. അവര് വന്നാൽ ചിലപ്പോ അവരെ രക്ഷിക്കും. പോലീസ് വന്ന് നമ്മളെ പിടിക്കില്ലേ? നമ്മള് ആരാണെന്ന് പറയണ്ട. ചേച്ചി വിളിച്ചു പറ. ഹലോ, നീയും നിന്റെ പിള്ളേരും കൂടി എന്നെ വീട്ടിൽ കയറി തല്ലുവല്ലേടി. അവരെ വിളിക്കുന്നേ. സ്പീക്കറിലിട്. ഞാൻ ചത്തുപോയിന്ന് നീ കരുതിയോടി. നിന്നെ അല്ല, നിന്നെക്കാ വലിയവരെ പറ്റിക്കാൻ ഈ സുന്ദരിക്ക് അറിയാടി. നീ എന്താടി വിചാരിച്ചേ? ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. വരാനാ? എങ്ങോട്ട്? ആ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നതാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഈ നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കടി. നിന്റെ കാശ് എന്റെ കയ്യിലുണ്ട്. അത് നീ ഇനി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. സുന്ദരി ചേച്ചി, എന്നെ ചതിക്കരുത്. എന്റെ അമ്മ. നിന്റെ അമ്മ ചത്തുപോയ എനിക്കെന്താടി? എന്റെ കയ്യിൽ നിന്ന് ഇനി നീ കാശ് വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇനി എന്റെ പുറകെ വന്നാലുണ്ടല്ലോ കത്തിച്ച് കളയും ഞാൻ. സുന്ദരി ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെച്ചിട്ട് പോടി. ഇനി നമ്മൾ തമ്മിൽ കാണുന്നില്ല. അയ്യോ ചേച്ചി, സുന്ദരി ചേച്ചി. പോട്ടെ ചേച്ചി, ഇനി എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ കണ്ടെത്താം. ഇല്ല മക്കളെ, ഇനി ചേച്ചിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ചേച്ചിയുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തണ്ടേ? അതിനൊക്കെ മാർഗം ഉണ്ടാവും. മക്കള് പൊയ്ക്കോ. നിങ്ങളെല്ലാവരും വീട്ടിൽ തിരക്കുന്നുണ്ടാവും.